Hello everyone. So in the last class we have discussed some of the examples in the section homogeneous functions. So let us discuss one more example under the section homogeneous function. So example 12. So read the question properly. If z is a homogeneous function of degree n in x and y, show that x square into dou square z by dou x square plus 2xy into dou square z by dou x dou y plus y square into dou square z by dou z square is equal to n into n minus 1 into z. So ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് എന്താണ്? z ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് എന്ന് മാത്രമാണ് തന്നെ, ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. z ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് അറിയുന്നത്. അത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണിക്കേണ്ടത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് z ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി എന്ന് ഉള്ളത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതാണ് കാണിക്കേണ്ടത്. അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2xy ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു z എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ് us solve this one. അപ്പോൾ വി നോ ദാറ്റ് z is a homogeneous function അല്ലേ, z ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് എന്നറിയാം. അപ്പോൾ ഹോമോജീനിയസ് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഓയിലർ തിയറം ഉണ്ട്. അപ്പോൾ ഹെൻസ് ബൈ ഓയിലർ തിയറം z ഹോമോജീനിയസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് വി ക്യാൻ അപ്ലൈ ഓയിലർ തിയറം. സോ വാട്ട് ഓയിലർ തിയറം സേസ്? ഓയിലർ തിയറം എന്താണ്? x ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു n ഇൻറ്റു z അല്ലേ. z എന്നുള്ളത് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഇൻ എക്സ് ആൻഡ് വൈ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സും വൈയും ആണ് വേരിയബിൾസ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടേംസ് ഉണ്ടാവും? എക്സിനും വൈനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ടേം ഉണ്ടാവും. സോ ഇത് ഓയിലർ തിയറമായി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണ് കാണേണ്ടത്? എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇതൊക്കെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ സെഡ് സ്ക്വയർ ഇതൊക്കെ ടേം കിട്ടണം അല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ നമ്പർ വണ്ണിനെ ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യും. ഈ ഇക്വേഷൻ നമ്പർ വണ്ണിന് ഫസ്റ്റ് നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈ എന്തായി? വൈ കോൺസ്റ്റൻ്റ് ആയി അല്ലേ. അതേപോലെ നെക്സ്റ്റ് എന്താക്കും? ആ സെയിം ഇക്വേഷൻ നമ്പർ വണ്ണിന് വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആക്കാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്കുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ 1/1 ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ഈ ഇക്വേഷൻ നമ്പർ വണ്ണിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആക്കാം, വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ ടെർമിൻ്റെത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടെർമിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? ഫസ്റ്റ് ടെർമിൻ്റെ ഡിഫറൻസിയേഷൻ എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ അവിടെ 2 എക്സ് ഉണ്ടല്ലോ. ഫസ്റ്റ് ടെർമിൽ എത്ര എക്സ് ഉണ്ട്? ഫസ്റ്റ് ടെർമും എക്സും രണ്ടാമത്തെ ടെർമും എക്സിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ട് അല്ലേ, ഈ എക്സ്. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ടെർമിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻസിയേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താക്കണം? യു ഇൻറ്റു വി റൂൾ ഓർ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഏതിലേക്ക്? ഫസ്റ്റ് ടെർമിലേക്ക്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ എന്താവും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? ഡോ സെഡ് ബൈ ഡോ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ എന്താണത്? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് അല്ലേ. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് ഡോ സെഡ് ബൈ ഡോ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ആയി, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ അത് എഴുതിയിട്ടില്ല, ഇൻറ്റു 1. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് ഈ ടെർമിൻ്റെ ഡിഫറൻസിയേഷനോ? ഈ ടെർമിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നിങ്ങൾ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഈ വൈ എന്തായി? വൈ കോൺസ്റ്റൻ്റ് ആയി അല്ലേ. അപ്പോൾ ആ വൈനെ അങ്ങനെ തന്നെ വെക്കാം. ബാക്കിയുള്ളത് എന്താണ്? ഡോ സെഡ് ബൈ ഡോ വൈ. സെഡ് എന്നുള്ളത് എക്സിന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു നിങ്ങൾ എക്സ് ആണ് ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യണം അല്ലേ. വൈ കോൺസ്റ്റൻ്റ് ആയി, അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചു. നെക്സ്റ്റ് ടൈം ഡോ സെഡ് ബൈ ഡോ വൈൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ്
ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ സെഡ് ബൈ ഡോ വൈ. റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡിഫറൻസിയേഷനോ n കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ n അങ്ങനെ തന്നെ വെക്കാം. ബാക്കിയുള്ളത് സെഡിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? ഡോ സെഡ് ബൈ ഡോ എക്സ്, ഡോ സെഡ് ബൈ ഡോ എക്സ് ആയി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് ഇത് എന്തായി വൈ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ അല്ലേ, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഇൻറ്റു n ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് ഇതായി. അപ്പോൾ ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഇവിടെ എന്തുണ്ട്? ഡോ സെഡ് ബൈ ഡോ എക്സിലെ ടേമുണ്ട്, അതേപോലെ ലെഫ്റ്റ് സൈഡിലും ഡോ സെഡ് ബൈ ഡോ എക്സിലെ ടേമുണ്ട്. അപ്പോൾ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, അതായത് ഡോ സെഡ് ബൈ ഡോ എക്സിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഇതെന്താവും? ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ എന്താവും? ഈ പ്ലസ് ഉള്ളത് ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നാവും, അല്ല മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നാവും. അപ്പോൾ ഇതെന്തായി? n ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ്. അപ്പോൾ ഇതിൽ ഡോ സെഡ് ബൈ ഡോ എക്സ് ഈ ടേമിൽ നിന്ന് ഡോ സെഡ് ബൈ ഡോ എക്സ് പുറത്തേക്ക് എടുത്താൽ എന്താവും? ഡോ സെഡ് ബൈ ഡോ എക്സിന് പുറത്തേക്ക് എടുത്താൽ ഫസ്റ്റ് ടേമിൽ എന്നും രണ്ടാമത്തെ ടേമിൽ ഇത് നിങ്ങൾ പുറത്തേക്ക് എടുത്തു ഡോ സെഡ് ബൈ ഡോ എക്സ്. അപ്പോൾ ഇതെന്താവും? n മൈനസ് 1 ആവും അല്ലേ, n മൈനസ് 1. സോ വി ഹാവ് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് റീഅറേഞ്ച്മെൻറ്റ് ചെയ്താൽ ടേമിനെ റീഅറേഞ്ച്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഇസ് ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ n മൈനസ് 1 ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് കിട്ടി. ഇത് എപ്പോഴാണ് കിട്ടിയത്? ആ ഇക്വേഷൻ നമ്പർ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്തത്. അതേപോലെ ഈ ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് എന്തായിട്ട് എടുക്കണം? കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. അപ്പോൾ എന്താണ് ഇക്വേഷനിലെ ഇക്വേഷൻ എന്താണ്? എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു n ഇൻറ്റു സെഡ് അല്ലേ, അതായത് എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു n ഇൻറ്റു സെഡ് ആണ് ഇക്വേഷൻ നമ്പർ 1. ഇതിനെ ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എന്താവും? വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ ഫസ്റ്റ് ടേമിൽ എക്സ് അങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കാം. നെക്സ്റ്റ് ഡോ സെഡ് ബൈ ഡോ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ. വിത്ത് റെസ്പെക്ട് ടു വൈ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? അതായത് ഡോ ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ്. ഡോ സെഡ് ബൈ ഡോ എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻസിയേഷനാണ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ്. പ്ലസ് രണ്ടാമത്തെ ടേമിൻ്റെ ഡിഫറൻസിയേഷനോ? രണ്ടാമത്തെ ടേമിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നിങ്ങളിപ്പോൾ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടേമിൽ രണ്ട് ടേമിൽ വൈ ഉണ്ട് അല്ലേ, വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ആണ്. അപ്പോൾ വൈ എന്നുള്ള വൈ ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് വൈ ഇറ്റ് സെൽഫ്. പിന്നെ ഈ സെഡ് എന്നുള്ളതും വൈന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ രണ്ട് ടേമും വൈന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ, u ഇൻറ്റു വി റൂൾ അപ്ലൈ ചെയ്യണം. ഈടെ നിങ്ങൾ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടില്ല? കാരണം എക്സ് കോൺസ്റ്റൻ്റ് ആണ് അല്ല, എക്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ അവിടെ u v റൂൾ അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടില്ല. ബട്ട് രണ്ടാമത്തെ ടേമിൽ വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ അത് രണ്ടും വൈന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈടെ u v റൂൾ അതായത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ എന്തായി? ഇതിലേക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് വൈ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അതായത് ഡോ സെഡ് ബൈ ഡോ വൈൻ്റെ വിത്ത് റെസ്പെക്ട് ടു വൈ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താണ് കിട്ടുക? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ആണ് കിട്ടുന്നത് അല്ലേ. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് വൈൻ്റെ ഡിഫറൻസിയേഷൻ അത് 1 ആണ്. അങ്ങനെ എഴുതണമെന്നില്ല, ഡോ വൈ ബൈ ഡോ വൈ എന്ന് എഴുതണമെന്നില്ല, 1 ആണ്. വൈയുടെ ഡിഫറൻസിയേഷൻ വൈ അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്? n ഇൻറ്റു സെഡ്. അപ്പോൾ n കോൺസ്റ്റൻ്റ് ആയി
എന്ന് കോൺസ്റ്റൻ്റ് ആയി അതങ്ങനെ തന്നെ വെക്കാം. പിന്നെ ഈ സെഡിൻ്റെ ഡിഫറൻസിയേഷനോ, സെഡിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ്? ഡോ സെഡ് ബൈ ഡോ വൈ. ഡോ സെഡ് ബൈ ഡോ വൈ. അപ്പോൾ ഇതിന് മുകളിൽ ചെയ്ത പോലെ തന്നെ റീഅറേഞ്ച്മെൻറ്റ് ചെയ്താൽ എന്താവും? എക്സ് ഇൻറ്റു ഡോ ബൈ ഇതെന്തായി? എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഇതെന്താണ്? ഡോ സെഡ് ബൈ ഡോ വൈ. കാരണം ഇത് വന്നാണ് അല്ലേ, വൈയുടെ ഡിഫറൻസിയേഷൻ വന്നാണ്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു n ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഡോ സെഡ് ബൈ ഡോ വൈ ഉണ്ട്, റൈറ്റ് സൈഡിലും ഡോ സെഡ് ബൈ ഡോ വൈയിലെ ടേം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാം. അതായത് ഈ ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതെന്താവും? ഇവിടെ ഇല്ല, ഇങ്ങോട്ട് വന്നാൽ ഡോ സെഡ് ബൈ ഡോ വൈ വിൽ കം ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ എന്താവും? ഇന്ന് റീഅറേഞ്ച് ചെയ്താൽ വിൽ ഗെറ്റ് ദിസ് വൺ. എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ. അപ്പോൾ ബട്ട് ഞങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ട് അല്ലേ? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സും ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈയും ഈ രണ്ടും ഈക്വലാണ് എന്നുള്ള റിസൾട്ട് ഉണ്ട്. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സും ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈയും രണ്ടും ഈക്വലാണ് എന്നുള്ള റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് എന്നുള്ളതിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് എന്നുള്ളതിനെ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം അത് രണ്ടും ഈക്വലാണ് അല്ലേ? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സും ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈയും രണ്ടും ഈക്വലാണ്. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് എന്നുള്ള പ്ലേസിൽ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് വൈ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ എന്നായിട്ട് മാറി. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയുണ്ട്? വൈ മാത്രമാണ് അല്ലേ? അതേപോലെ ഇതിൻ്റെ മുകളിലത്തെ ഇക്വേഷനിൽ, മുമ്പ് കിട്ടിയ ഇക്വേഷനിൽ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? എക്സ് മാത്രമാണ്. ബട്ട് നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ഇതാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിൽ എന്തുണ്ട് നോക്കിയേ? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എക്സ് സ്ക്വയർ ഉണ്ട്. അതേപോലെ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ ഇത് വൈ സ്ക്വയർ ആവണം, സെഡ് സ്ക്വയർ അല്ല. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ആവണം ഡിനോമിനേറ്റർ. ഓക്കെ, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയുണ്ട്? വൈ സ്ക്വയർ ഉണ്ട്. ബട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയത് എക്സ് മാത്രമാണ്. എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് കിട്ടിയത് ഒരു ഇക്വേഷനിൽ അല്ലേ? ഇതിൽ നിങ്ങൾ നോക്കിയേ, ഇതിൽ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് വൈ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വൈ സ്ക്വയർ ആണ് ആക്ച്വലി വേണ്ടത്. അപ്പോൾ വൈ സ്ക്വയർ കിട്ടണമെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് എന്താക്കണം? ഈ ഇക്വേഷനിലേക്ക് നിങ്ങൾ വൈനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ, ഈ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് വൈ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഇക്വേഷനിലേക്ക് വൈ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൊടുക്കും. അതായത് ഇക്വേഷൻ നമ്പർ 4ലേക്ക് വൈ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്നുള്ളത് നമുക്ക് എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്നുള്ളത് എക്സ് സ്ക്വയർ ആണ് ഞങ്ങൾക്ക് ആക്ച്വലി വേണ്ടത്. ഓക്കെ, ബട്ട് ഞങ്ങൾക്ക് ഇന്നുണ്ട് ഇപ്പോൾ എക്സ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ കിട്ടണമെങ്കിൽ ഈ ഇക്വേഷൻ നമ്പർ 2ലേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേമും എക്സ് സ്ക്വയർ ആവും. അപ്പോൾ അത് ഫസ്റ്റ് ടേമിലേക്ക് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, കംപ്ലീറ്റ് ഇക്വേഷനിലേക്കാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നൗ മൾട്ടിപ്ലൈങ് ഇക്വേഷൻ നമ്പർ 2 ബൈ എക്സ്. ആ ഇക്വേഷൻ 2ലേക്ക് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതാണ് കിട്ടുക. അതേപോലെ ഇക്വേഷൻ നമ്പർ 4ലേക്ക് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതാണ് കിട്ടുക. അതായത് ഇക്വേഷൻ നമ്പർ 5ഉം ഇക്വേഷൻ നമ്പർ 6ഉം കിട്ടും. അത് സ്റ്റെപ്സൊക്കെ ഈസിയാണ്, നിങ്ങൾ ചെയ്തിട്ട് നോക്കിയാൽ മതി. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തത് മാത്രമാണ്. ഇക്വേഷൻ നമ്പർ 4ലേക്ക് വൈയും ഇക്വേഷൻ നമ്പർ 2ലേക്ക് എക്സുമാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ 2 ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ ഈ 2 ഇക്വേഷൻസിന് നിങ്ങൾ ആഡ് ആക്കും. ഈ 2 ഇക്വേഷൻസിനെ നിങ്ങൾ ആഡ് ആക്കാം. അപ്പോൾ ആഡ് ആക്കിയെങ്കിൽ എന്ത് കിട്ടുന്നത്? ആഡ് ആക്കിയെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്തുണ്ടാവും? ലെഫ്റ്റ് സൈഡിൽ ഈ രണ്ട് ഇക്വേഷനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഇത് ഇടാം എക്സ് വൈ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് എക്സ് വൈ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പോൾ ഇത് ആഡ് ആക്കുമ്പോൾ 2 പ്രാവശ്യമായി അല്ലേ? ആഡ് ആക്കുമ്പോൾ 2 പ്രാവശ്യം എക്സ് വൈ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ ആയി. അതായത് 2 ടൈംസ് എക്സ് വൈ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്നായി. പിന്നെ ലാസ്റ്റ് ടേം ഏതാണ്? വൈ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ. ഇത് ലെഫ്റ്റ് സൈഡായി. റൈറ്റ് സൈഡ് എന്തായി? റൈറ്റ് സൈഡ് ഇത് 2നെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? റൈറ്റ് സൈഡിൽ ഈ 2നെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഈ 2നെ ആഡ് ചെയ്യുമ്പോൾ എന്താവും? ഈ ടേം പ്ലസ് ദിസ് ടേം. സോ അതിൽ നമുക്ക് n-1നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അല്ലേ? 2 ടേമിനെ ആഡ് ആക്കുമ്പോൾ n-1നെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ n-1നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താണ് ഉണ്ടാവുക? എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ. ആഫ്റ്റർ ടേക്കിംഗ് n-1 കോമൺ ഔട്ട് സൈഡ് എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ആയിരിക്കും ബാക്കി ഉണ്ടാവുന്നത്. അതായത് ഈ ടേം. ബട്ട് നിങ്ങൾക്ക് സെഡ് എന്നുള്ളത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓയിലർ തിയറം സാറ്റിസ്ഫൈ ആവുന്നുണ്ട് എന്ന് നിങ്ങൾ മുകളിൽ എഴുതി അല്ലേ? എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എൻ ഇൻറ്റു സെഡ്. അപ്പോൾ നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ, അതായത് ഈ ടേമിലേക്ക് എൻ ഇൻറ്റു സെഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതെന്തായി? ഇത് വീണ്ടും എഴുതരുത്. ഇതിലേക്ക് നിങ്ങൾ n ഇൻറ്റു സെഡ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇത് എന്താവും? n ഇൻറ്റു സെഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2xy ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു n ഇൻറ്റു സെഡ്. n ഇൻറ്റു n-1 ഇൻറ്റു സെഡ്. ഇത് തന്നെയല്ലേ കാണിക്കേണ്ടേ? ഇത് തന്നെയാണ് കാണിക്കേണ്ടത്. ഹെൻസ് ദി സൊല്യൂഷൻ. ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ അടുത്ത എക്സാമ്പിൾ 13 എന്നുള്ളത് ഹോംവർക്കാണ്. ഇത് നിങ്ങൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിൾ 10ൻ്റെ പോലെ തന്നെയാണ്. എക്സാമ്പിൾ 10 എന്തായിരുന്നു? എക്സാമ്പിൾ 10 ദിസ് വൺ ഇതിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ ഈ ഹോമോജീനിയസ് സെക്ഷൻസിൻ്റെ അണ്ടറിൽ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലം സെറ്റ് 2 ദിസ് എവരിവൺ ഷുഡ് കംപ്ലീറ്റ്. ഇതെല്ലാവരും കംപ്ലീറ്റ് ആക്കണം. ക്ലാസ്സിൽ ചെയ്ത എക്സാമ്പിൾസിൻ്റെ പോലെ തന്നെയാണ് ഇതിലും പ്രോബ്ലംസ് ഉണ്ടാവുക. സെയിം ടൈപ്പ്. ഇത് നിങ്ങൾ ചെയ്തിട്ട് പഠിക്കണം. എല്ലാം ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, താങ്ക് യു.